കാഞ്ഞിരങ്ങാട്ട് വെള്ളത്തിലിറങ്ങാൻ മാത്രം ധൈര്യം വന്നു അല്ലടാ നിനക്ക്? ഓർക്കാനോ ഓർക്കാനോ ചൊക്കന്റെ മരണം ഇല്ലിമലച്ചാത്തന്റെ കോപത്തിന് കാരണമായി. പിന്നീട് ഒരിക്കലും കാഞ്ഞിരങ്ങാട്ട് ജനങ്ങളുടെ വിധി പഴയതുപോലെ ആയില്ല. അന്നു മുതൽ ഇല്ലിമലച്ചാത്തന്റെ ശാപം കാഞ്ഞിരങ്ങാട്ട ജനങ്ങളെ വിടാതെ വേട്ടയാടാൻ തുടങ്ങി. പുഴയും കുളങ്ങളും വറ്റി വരണ്ടു. എങ്ങും ദുരിതം മാത്രം. ഗ്രാമം അതിന്റെ കൊഴിഞ്ഞുപോയ സൗഭാഗ്യങ്ങളെ ഓർത്ത് നെടുവീർപ്പിട്ടു. ശാപമേറ്റ ഒട്ടനേകം ജീവനുകൾ വ്രണങ്ങൾ ബാധിച്ച് ജീർണിച്ചു മരിച്ചു വീണു. എല്ലാവർക്കും ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: അടങ്ങാത്ത ചാത്തന്റെ കോപം. ഗ്രാമത്തിന്റെ ഐശ്വര്യദേവതയായിരുന്ന ദേവി പോലും നിസ്സഹായയായി അവർക്ക് തോന്നി. വൈകാതെ ചാത്തന്റെ കോപം തുപ്പൻ തമ്പുരാനെയും ബാധിച്ചു. ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും കയറി ഇറങ്ങി. പക്ഷേ എല്ലാം വിഫലമായി. മരണഭയം എല്ലാവരെയും പിടികൂടി. അങ്ങനെ ചാത്തന്റെ ശാപത്തിൽ നിന്നും തറവാടിനെയും ഗ്രാമത്തെയും രക്ഷിക്കാൻ ഇരുട്ടിന്റെ അഗാധതയിൽ ഉറങ്ങിക്കിടന്ന മറ്റൊരു